എത്തില്ലല്ലോ. അവനെത്തിയോ? വരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല, വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മുഷിഞ്ഞപ്പോ നിന്റെ അമ്മയ്ക്കൊന്ന് സുഖവസിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ആശുപത്രിയിൽ മുറിയുണ്ട്, അവിടെ കിടന്ന് സുഖവസിക്കാമെന്ന്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാ. കിടന്ന് സഹിക്കുമല്ലയോ. വന്നിരിക്കുന്നൊരു ക്ഷേമാന്വേഷകൻ നിന്ന് തലയുറ്റി വീണപ്പോ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ല. അതിലെ വേപ്പ് വെറുതെ ഒന്ന് കയറിയതുകൊണ്ട് എന്റെ കണ്ടിപ്പെട്ടു. അല്ലെങ്കിൽ തെക്കേപ്പറമ്പിലെ മാവ് മുറിക്കാൻ ഞാൻ രാജപ്പിന് ആളെ വിടേണ്ടി വരുമായിരുന്നു. അതിന് ഞാൻ തന്നെ വേണം. എന്ത് എന്റെ പെങ്ങളായി പോയില്ലേ? എന്താ ഏട്ടാ എന്തൊക്കെയാ പറയണേ? എവിടായിരുന്നു മോനെ നീ ഇതുവരെ? ഞാൻ അറിഞ്ഞില്ലേ, കാന്താരിപ്പൂങ്കുട്ടിയുടെ പുരയില് ഇന്നലെ നല്ല ഓളം കേട്ടത്. ഓളം കയറാൻ അവളുടെ പുര എന്താ വെള്ളം കയറിയോ? ഇറങ്ങിപ്പോയോ? പോയോ? നാട് മുഴുവൻ പാട്ടായ കാര്യങ്ങൾ അവന്റെ വായിന്ന് വീണെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ അവന്റെ വേക്കിട്ട് കയറുന്ന? പകല് മുഴുവൻ പൊതുജന സേവയുടെ പഞ്ചാരി മേളം, രാത്രി പാട്ടും പഞ്ചാരടിയും ആ പെണ്ണിന്റെ പുരയിലും. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ദേവകി. തൊഴുത്തിക്കെട്ടിയ കണ്ണ് കൊടുക്കുന്ന പുല്ലേ തിന്നും, അലയാൻ വിട്ട കണ്ണ് ഏത് അനവരാതി പുല്ലും തിന്നും. ഇവൻ ഇങ്ങനെ ആക്കിയത് അവന്റെ തന്ത ഒറ്റ ചത്ത് മേളിക്കുന്നു കൃഷ്ണ. പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലോ മറ്റോ എന്തോ പഠിക്കാൻ പോയി എന്ന് പറയുന്നു. അത് എന്റെ ചെലവ്. ചെലവാക്കിയ പണത്തിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിഴുങ്ങുന്നുണ്ടല്ലോ. പോരെങ്കിൽ പറ, മൊത്തം ഹെട്ടനെ തന്നേക്കാം. അങ്ങനെ തന്നിരുന്ന കടവാണോ പാർത്ഥായത്? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്ക് പോയിട്ട് ഇച്ചിരി പണിയുണ്ട്. നിങ്ങൾ അമ്മയായി മോനായി.